വീട്ടിൽ താമസിച്ചു വന്ന ആളെ പോലീസ് ഇൻസ്പെക്ടറാ. പോലീസ് ഇൻസ്പെക്ടർ ഒരിഞ്ഞെറിഞ്ഞ് കൊല്ലരാവന്മാരെ. അയാള് നമ്മുടെ വർമ്മത്തിരുമനിയുടെ മോനാ. ഈ ഇൻസ്പെക്ടർ നല്ല ആളാണെന്ന് അമ്മേ പറയുന്നത്. നീ എന്തിനാ അതൊക്കെ നോക്കി എടുക്കാൻ പോകുന്നേ? മര്യാദയ്ക്ക് നടന്നോളണം, പറഞ്ഞേക്കാം. ആ പീറി എസ്ഐനെ കൊണ്ട് ഒരു ശല്യമായല്ലോ. അമ്മയെ ഞാൻ പറഞ്ഞതാ അവനെ എടുത്തറിയാൻ. DIGയോട് പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ അവൻ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കറിയാം? ആ രവീന്ദ്രൻ നായർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. ശരി, നമുക്ക് ആലോചിക്കാം. പിന്നെ ഗോവക്കാരിക്കും പെരുങ്കത്തിക്കും ഫിലിം സ്റ്റാർസിനൊന്നും മാർക്കറ്റേ ഇല്ല. തനി നാടൻ തന്നെ പടമണ സ്ത്രീയാണ്. അത് വളരെ എളുപ്പമല്ലേ? മാത്രമല്ല ചിലവും കുറവാണ്. ആ അമ്മിണിപ്പെണ്ണിന്റെ കുഴപ്പത്തിന് ശേഷം ഒരൊറ്റ എണ്ണത്തിനെ കിട്ടാനില്ല. ആ രാഘവൻ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഹലോ അങ്കിൾ, ഡാഡി, ഞാൻ പോട്ടെ. ആ ഗുരു, ആ രഘുവിനൊന്ന് തലോടി വിട്ടേക്കണം. വല്ല കാരണവും ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ ആ SI രമേശ് ഉണ്ടല്ലോ, സൂക്ഷിക്കണം. ഏറ്റവും മുതലാളി. നീ കൂടെ ചെല്ലേ. റാണി ഒറ്റയ്ക്ക് വിടണ്ട. ആയുധപൂജയല്ലേ, ജനത്തിരക്ക് കാണും. ശരി അമ്മേ. ഇന്നലത്തെ പൈസ കൊണ്ട് കേട്ടോ. പൊരിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അരിയേക്കാളും വില പൊരി. മീൻ വന്നതേ ഇല്ലല്ലോ. മീൻ കാണാൻ അയ്യോ, ഇത് നല്ലത് ചേച്ചി, നമുക്ക് വേറെ നോക്കട്ടെ. ഭയങ്കര തന്നെയാണ് കേട്ടോ ചേച്ചി. ഇത് കൊള്ളാന് എന്തിനാണ് ചേട്ടാ പാവം മുമ്പിൽ ഉപദ്രവിക്കുന്നത്? എന്നോട് ചോദിക്കാൻ ഒരുത്തനും വന്നിട്ടില്ല. ഓടാതെ സാധനങ്ങൾ വാങ്ങിച്ചു പോകും. എന്നെ കൊണ്ട് നീ പൊറാട്ടി ഉണ്ടാക്കുന്നു. തല പോട്ടടാ. മാറ്റി എവിടെ അടിക്കുക? തിന്നേണ്ട സൗകര്യം.
നിന്നെ ഞാൻ എടുത്തോളാമടാ. എന്നെ പോയില്ലടാ പട്ടികളെ. മുഖത്ത് മീശ വെച്ചോണ്ട് നടക്കുന്നു, നാടാണെന്നും പറഞ്ഞു. മാനം മര്യാദയില്ലാതെ കിടന്നുറങ്ങി കേട്ടാ. ഞാൻ പറഞ്ഞു കൊല്ലും മോനെ, ഞാന് ഇന്ന് രണ്ടാമത് കൊല്ലു. ഞാൻ മുതലാളി ആ രഘു അതോടെ സ്ഥലം വിട്ടു, വിടിച്ചു. വളരെ നല്ലത്. മറ്റവനെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. അവനും കുറച്ച് അഹങ്കരിക്കുന്നുണ്ട്. രഘുവിനെ ഓടിക്കാമെങ്കിൽ രാഘവൻ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല മുതലാളി. പ്രശ്നമല്ല, പക്ഷേ രാഘവൻ അങ്ങനെ സ്ഥലം വിടുന്നതിനുമല്ല. മൂർഖമ്പത്തിന്റെ സൈസ. വൈരാഗ്യം വന്നാൽ കൊത്താതെ വിടില്ല. അതിന് വഴിയുണ്ട്. പിന്നെ സാറേ ചായ. ഞാനിപ്പല്ലടാ ചായ കുടിച്ചത്. അയ്യോ, ഇത് അതല്ല സാറേ, ഇത് സ്പെഷ്യൽ ചായ. ഓഹോ, അല്ല സാറേ, സാറിന് എന്നാ ഇനി നൈറ്റ് ഡ്യൂട്ടി? എന്റെ നൈറ്റ് ഡ്യൂട്ടി അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? ചോദിച്ചെന്നേ ഉള്ളു. ഞാനിവിടുത്തെ SI ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. അപ്പോ അല്ല, അപ്പൊ നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. കൊണ്ടോ. ഒരു ബഹുമാനമില്ലാതെ എങ്ങനെ? വരുമാനമൊക്കെ ഉണ്ടോ? എന്നെ പിടിച്ചില്ല അല്ലേ? വെച്ചിട്ടുണ്ട്. ഏറെ താമസിക്കാതെ നീ എന്റെ കയ്യിൽ ഒതും. എന്തുവാണ് പാവപ്പെട്ട പെമ്പിളരെ വഴി നടത്തിയില്ലേ? ക്ഷമിക്കണേ, അവളുടെ സംബന്ധക്കാരനാണെന്ന് അറിഞ്ഞില്ല. അനാവശ്യം പറഞ്ഞവരുണ്ടല്ലോ, പറയും പ്രവർത്തിക്കും. അതേ, നിന്റെ കൈമളിന്റെ അടുത്ത് നീയും അയാളുടെ ചൂട് കുറവ് തന്നതല്ലേ. നിന്നെ പുറത്ത് നാളെ കേട്ട പണി ചെയ്തിട്ടല്ല. എന്താ പറഞ്ഞു? എന്താണ് ഇവിടെ? സ്റ്റേഷനിലേക്ക് വേണം. മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് കൈമളിന്റെ ഗുണ്ടകളോടുകൂടി വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം സാറിനുണ്ടോ? അത് താൻ നോക്കണ്ട. അപ്പോൾ മര്യാദക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടെന്ന്, സാധു പെൺകുട്ടികൾക്ക് ഇവിടെ വഴി നടക്കേണ്ടെന്ന് അല്ലേ? നാട് നന്നാക്കാനും ശിക്ഷിക്കാനും നിങ്ങൾ പോണ്ട. ഇത്തരം അക്രമങ്ങൾ കണ്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന്. താനല്ല, ആരെയും നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാണ് ഈ വേഷമിട്ടുണ്ട് ഞങ്ങൾ വിളിക്കുന്നത്. നിയമം അത് നിങ്ങളുടെ പോക്കറ്റിലാണുള്ളൂ, പണക്കാർക്ക് വേണ്ടി പുറത്തെടുക്കാൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയാൽ വിട്ടേ. യെസ് സാർ. വിളിക്കുമ്പോ വരണം. ശ്രീമാൻ, നാളെ രാവിലെ ആ കൈമൾ മുതലാളിയുടെ ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് വരണം. സാർ, അത് ഇതുവരെ അവരെ ആരും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. കൈമള് മുതലാളി ആരോ? ഈ കൈമൾ മുതലാളി തനിക്ക് ലജ്ജയില്ലടോ ഈ വേഷിട്ടുള്ളത് പറയാൻ? തനിക്ക് പറ്റില്ലെങ്കിൽ ഇത് അടിച്ചിട്ട് അയാളുടെ പുറകെ പോടും.
വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ്? ഗൗരവം വന്നപ്പോ കേസിംഗ് സാറിന് കാണാൻ നല്ല ചന്തം. നല്ല കുന്തം. അറസ്റ്റ് ചെയ്ത് ഞാൻ ലോകപ്പിലാക്കും. എന്തിന് ലോകത്തിലിടുന്നു? വീട്ടിലിട്ടുള്ളൂ. മേലിൽ ആവർത്തിക്കരുത്. എന്താ എസ് ഐ സാർ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കാണാമെന്നാണ് കണ്ടിട്ട് പോയപ്പോ. ഒരു ക്ഷേമാന്വേഷണം കൂടെ ആയാലോ? ഒരു വിരോധവും ഇല്ല. അല്ല, ആ രാഘവനുണ്ടല്ലോ, അവൻ മഹാത്തമ്മാടിയാ. അപ്പൊ ഞാൻ നോക്കിയിരിക്കാൻ പറ്റൂ? ഞങ്ങൾ പോലീസ് വരച്ചു, ഞങ്ങൾ ഒരു പെരുമാറ്റം നടത്തി. അതെ, അതേതായാലും നന്നായി. പിന്നെ അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. എന്ത് പറഞ്ഞു? ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഉള്ള കാര്യം ഞാനങ്ങ് പറയാമല്ലോ. ഏതോ പെണ്ണിനെയോ മറ്റോ കൊണ്ടുവരണമെന്ന് പറഞ്ഞെന്നോ, അതിനവൻ സമ്മതിക്കാത്തോണ്ട് അവന് ജോലിന്ന് പറഞ്ഞു വിട്ടെന്നോ അല്ലേ അമ്മാനെ? ആ വൈരാഗ്യം തീർക്കാൻ അവൻ വെറുതെ നടന്നു പോകുമ്പോ നിങ്ങൾ പതിയിരുന്നവനെ തല്ലി. അപ്പൊ ഏമാനൊരു സംശയം. അത് നിങ്ങളോട് ചോദിച്ചാ ആ സംശയം ഒന്ന് തീരുമല്ലോ എന്ന് ഏമാൻ പറഞ്ഞു. സ്റ്റേഷൻ വരെ വന്ന അവരെന്തെങ്കിലും പറഞ്ഞു വെച്ച് ഞങ്ങളോട് ചോദിച്ചാലുണ്ടല്ലോ. ഇൻസ്പെക്ടർ, ഇത് എന്റെ തൊഴിലാളികളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടകളെന്ന് പറയും. അവരെ ഉപദ്രവിക്കരുത്. ഐ മീൻ ലോകമർദ്ദനം. ഇല്ല, ഇവർക്ക് ഓരോ ഗ്ലാസ് ഹോർലിക്സ് കൊടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞേച്ചേക്കാം. ഇൻസ്പെക്ടർ, പരിഹസിക്കരുത്, പരിഹരിക്കേണ്ടി വരും. You may go now. താങ്ക് യു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കളിച്ചാലുണ്ടല്ലോ, ഒറ്റവെള്ളത്തിന്റെ ആയസ്യം തയ്ക്കില്ല. മേലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന് കേട്ടാൽ എന്തൊക്കെയാ? ആ പിന്നെ നിന്റെയൊക്കെ പ്രതാപ മുതലാളി പറഞ്ഞിട്ടല്ല. നിർത്ത്. മോനെ, ഞാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ തെറ്റിദ്ധാരണ മാറിയില്ലല്ലോ മോനെ. അച്ഛൻ വീട്ടിലേക്ക് വയ്ക്കൂ. അവൻ എന്നിൽ നിന്നും എത്രയോ അകന്നിരിക്കുന്നു. അച്ഛൻ 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 എന്താ അതിന്റെ അർത്ഥം? എനിക്കൊന്നും കേൾക്കണ്ട. കൂടെ കൂടെ നിങ്ങളിങ്ങനെ വന്ന് എന്നെ ശല്യപ്പെടുത്താറുണ്ടാ മതി. അന്നത്തെ സംഭവം കഴിഞ്ഞ പിന്നെ രഘുവിന്റെ ഒരു വിവരമില്ല. അവൻ എവിടെ പോവാന്? അവൻ അങ്ങനെ ഭയമുള്ളവനൊന്നല്ലല്ലോ. ആ മനുഷ്യനല്ലേ, ജീവനിൽ ഭയം ഉണ്ടാവില്ലേ? ഏതായാലും എന്റെ വലത് കൈ പോയി. വണ്ടി വർക്ക്ഷോപ്പില.
പോയി നോക്കണം. രാഘവ, നാളെ അമ്മാവൻ വരും. നീയും കൂടെ വരണോ റാണിയുടെ വീട്ടിലേക്ക്? എല്ലാം രവി ഏറ്റിരുന്നതാ. ഇനി എനിക്ക് നീയുള്ളൂ. നിനക്കെന്താ ഇത്ര തിരക്ക്? രാഘവന് എന്റെ വേദന മനസ്സിലാവില്ല. എത്ര കാലം എങ്ങനെ പാത്തും പതിക്കും നടക്കുന്നത്? അത് ശരിയാ, വലിയ കഷ്ടപ്പാടാ. ആളെ കളിയാക്കാതെ. പിന്നെ ചേട്ടനോട് കളിയ തീർച്ചയായി. പിന്നെ നാളത്തെ കാര്യം മറക്കരുതേ. ഞാൻ ഏറ്റവും കേട്ടോ, മറ്റു കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നീയും കല്യാണം കഴിക്കണം. ആലോചിക്കാം. നിനക്കെന്താ എന്റെ കയ്യിലാണ് ഇത്ര താല്പര്യം? അത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു സ്കൂൾ പഠിച്ചില്ലടാ. മോള് വിഷമിക്കരുത്. റാണിക്ക് ഒരു ആലോചന വന്നപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എന്നാ നമുക്കിത് വേണ്ടെന്ന് വെക്കാം മോളെ. വേണ്ടമ്മേ, റാണിയുടെ കല്യാണം ഉടനെ നടത്തണം. അപ്പോഴേട്ടൻ നല്ലവനാണ്, അവൾക്ക് ഇഷ്ടവുമാണ്. എനിക്ക് കല്യാണം വേണ്ടമ്മേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മതി ചേച്ചി. അല്ല റാണി, നല്ലൊരു കാര്യം വരുമ്പോ നമ്മളത് ഉപേക്ഷിക്കരുത്, തടയരുത്, നീട്ടിയരുത്. സാറേ, ചായ. എന്താടാ, സ്പെഷ്യൽ ചായ ആണോ? അല്ല, സാറിന് എങ്ങനെ മനസ്സിലായി? ആണ് സാറിന്. ഇന്ന് നിനക്ക് എപ്പോഴാ ഡ്യൂട്ടി? അതെന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, അതറിഞ്ഞാ പിന്നെ ഞാൻ എവിടേക്ക് വരണ്ടല്ലോ. അല്ല സാറേ, ഈ ഉത്സവത്തിന് ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നല്ല ബഹളമായിരിക്കല്ലേ? ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിലും അവിടെ വലിയ വെടിയും ആനയും ആനപ്പിണ്ടവും. ഞാൻ പറഞ്ഞില്ല. രമേശ്, ഞാനിവിടെ വന്നിട്ട് 2 ദിവസമായി. നിന്നെ ഒന്ന് ചൊവ്വ നേരെ കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. ഇന്ന് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. എനിക്കിപ്പം തിരക്കുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നീ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് അന്വേഷിച്ചിട്ടിരുന്നത് അല്ലേ? സാർ അല്ല സാർ, അച്ഛൻ വീട്ടില് നൈറ്റ് ഡ്യൂട്ടി. പിന്നെ ഞാനിവിടെ മണപ്പള്ളിക്കാവിലെ വേല. വീട്ടിൽ പോടാ. മേലാൽ ഇതുപോലെ അങ്ങനെ കാണിച്ചോണ്ടല്ലോ. അപ്പൊ ഒരു ഉത്സവം കാണാൻ പോലും സാർ സമ്മതിക്കത്തില്ല. ഗൗരിയമ്മ ഇവിടെ? ഞാൻ ഇവിടെ സാർ താമസിക്കുന്നത്. ആ കാണുന്ന വീട്. ഓഹോ, അപ്പൊ അവിടെ നിന്നും പോകുന്നത് ഇവിടേക്കായിരുന്നു? അതെ സാർ. സാറെപ്പോ വന്നു? ഞാനിവിടെ വന്നിട്ട് 2-3 ദിവസമായി. മോനെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ അവനെന്നും മനസ്സിലായില്ല. അവൻ അറിയുമെന്ന് തോന്നുന്നില്ല. സാർ, എന്റെ മകളുടെ കല്യാണമാണ് ആള്. ഇവിടെ അടുത്തന്നെ ചെറുക്കൻ. മൂത്തവന്റേതാണോ? അല്ല സാർ, ഇളയവളുടെയാ. അപ്പോ മൂത്തവളെ നേരത്തെ അയച്ചു? അവളിപ്പോഴും അല്ല, സാറിനെന്നെ അറിയാമല്ലോ. സാരമില്ല, ദൈവമെല്ലാം കാണുന്നുണ്ട്. നല്ലതേ വരുത്തൂ. ശരി, ഞാൻ വരട്ടെ സാർ. കുട്ടി ഗൗരിയമ്മയുടെ മോളല്ലേ? അതെ, എന്നെ അറിയുമോ? അറിയും. ഞാൻ അമ്പലത്തിൽ പോയതാ. പോട്ടെ സാർ.
ഇതെന്തൊരു വീട് ഇത്? ഇവിടെ വലിയൊരു ബംഗ്ലാവ് വേണം. ഇത് എന്തൊരു വേഷം? ഇതൊരു സിനിമ ഉണ്ടല്ലേ? ഉണ്ടോ? ഏത് സിനിമ? മഹാഭാരത യുദ്ധം. ഇംഗ്ലീഷ് സിനിമ ഉണ്ടല്ലേ? ഇംഗ്ലീഷ് സിനിമയല്ലേ കാണേണ്ട സിനിമ? അതൊക്കെ ഒന്ന് കാണേണ്ടത്. ഈ ഒരു കാര്യം ചെയ്യും. തൽക്കാലോ അല്ല ഇത് പോയിട്ട് ഇട്ടിട്ട് വാ. ചെല്ല് ചെല്ല്. ഇത് മാറ്റി. ചേട്ടാ പാല്. ചേട്ടാ